الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله 74-ാമത്തെ ഹദീസ് അനിബിനി അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഉദ്ധരിക്കുന്നു. ഖാല മഹാനവർകൾ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉരിളത്ത് പ്രദർശിപ്പിക്കപ്പെട്ടു, അലയ്യ എൻ്റെ മേൽ, അൽ ഉമമു സമുദായങ്ങൾ, വിവിധ സമുദായങ്ങൾ എൻ്റെ മേൽ പ്രദർശിപ്പിക്കപ്പെട്ടു. ചില സമുദായങ്ങളെ നബിതങ്ങൾക്ക് കാണിച്ചു കൊടുക്കപ്പെട്ടു. ഫറഅയ്തു അപ്പം ഞാൻ കണ്ടു, അന്നബിയ ഒരു നബിനെ കണ്ടു, വ മഅഹു റുഹൈത്തു അദ്ദേഹത്തിൻ്റെ കൂടെ അല്പം ചില ആളുകളുണ്ട്. റുഹൈത്തു എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ, 3 മുതൽ 10 വരെ അങ്ങനെയുള്ള ആളുകളുണ്ട്. വൻ നബിയ മറ്റൊരു നബിയെ ഞാൻ കണ്ടു, വ മഅഹു റജുലു അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മനുഷ്യനാണുള്ളത്, വർ റജുലാനി 2 മനുഷ്യന്മാരാണുള്ളത്. അപ്പോൾ കുറച്ച് അനുയായികളുള്ള ഒരു നബിയെയും ഒരു അനുയായിയുള്ള ഒരു നബിയെയും 2 അനുയായിയുള്ള നബിയെയും വൻ നബിയ വലൈസ മഅഹു അഹദുൻ ഒരാളും ഇല്ലാത്ത ഒരു നബിയെയും കണ്ടു. ഒരു ആളും അനുയായിയും ഇല്ലാത്ത നബിയെയും കണ്ടു. ഇത് റുഫിഅലി ആ സമയത്ത് റുഫിഅലി എനിക്ക് ഉയർത്തി കാണിക്കപ്പെട്ടു, സവാദുൻ അലീമുൻ വലിയ ഒരു സംഘം കാണിക്കപ്പെട്ടു. എന്നാൽ കുറേ ആളുകളെ കാണിച്ചു, ഒരു സമുദായത്തിൽപ്പെട്ട കുറേ ആളുകളെ കാണിച്ചു. ഫലനന്തു അപ്പോൾ ഞാൻ വിചാരിച്ചു, നബി തങ്ങൾ പറയാണ്, അന്നഹു ഉമ്മത്തി ഇത് എൻ്റെ ഉമ്മത്താണ് എന്ന് ഞാൻ വിചാരിച്ചു. ഫഖീലലി അപ്പോൾ എന്നോട് പറയപ്പെട്ടു, ഹാദാ മൂസാ വ ഖൗമുഹു ഇത് മൂസാ നബിയും മൂസാ നബിയുടെ കൗമുമാണ് എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ കുറച്ച് സമുദായങ്ങളെ നബി തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചില നബിയുടെ അടുക്കൽ കുറഞ്ഞ അനുയായികളുണ്ട്, ചില നബിയുടെ അടുക്കൽ ഒരു അനുയായി മാത്രമേ ഉള്ളൂ, ചില നബിൻ്റെ അടുക്കൽ 2 അനുയായികളെ ഉള്ളൂ, എന്നാൽ ഒരു അനുയായിയും ഇല്ലാത്ത നബിയുണ്ട്. കുറേ ആളുകൾ കാണിച്ചു കൊടുക്കപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് എൻ്റെ സമുദായമാണെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്നോട് പറയപ്പെട്ടു, ഇത് മൂസാ നബിയും മൂസാ നബിയുടെ കൗമുമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അല്ല, സവാദ് എന്ന് പറഞ്ഞാൽ കറുപ്പ് എന്നാണ്. സവാദുൻ അലീം വലിയ കറുപ്പ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു വ്യൂഹം, ആളുകൾ കുറേ ആളുകൾ കൂടിയിട്ട് തടിച്ചു കൂടിയിട്ട് ഒരു കറുത്തതുപോലെ കണ്ടു. അത് വലിയ സംഘം നടത്തും, ഉദ്ദേശം സംഘം നടത്തും. പിന്നെ എന്നോട് പറഞ്ഞു, വലാക്കിൻ ഉന്ദുർ നിങ്ങൾ നോക്ക്, ഇലൽ ഉഫുക്കി ആ ചക്രവാളത്തിലേക്ക് നോക്കുക, അങ്ങോട്ട് നോക്കുക. ഫനദർത്തു അപ്പൊ ഞാൻ അങ്ങോട്ട് നോക്കി. ഇതാ സവാദു നലീം അപ്പൊ അവിടെ വലിയൊരു ജനക്കൂട്ടുണ്ട്. ഫഖീലലി എന്നോട് അപ്പൊ എന്നോട് പറയപ്പെട്ടു,
ചാവി കൊടുക്കാം. അപ്പൊ എന്നോട് പറയപ്പെട്ടു ഒന്നുർ ഇലൽ ഉഫുക്കിൽ ആഖരി, മറ്റേ ചക്രവാളത്തിലേ നോക്കാൻ പറഞ്ഞു. ചക്രവാളം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നിൽക്കുന്നിടത്തുനിന്ന് നമ്മൾ കണ്ണ് കാണുന്ന എത്തുന്നൊരു ഭാഗവും അതിങ്ങനെ കറങ്ങിയിട്ട് ഇവിടെ എത്തുമല്ലോ ആ ഭാഗവും. അപ്പോൾ അവിടേക്ക് നോക്കാൻ പറഞ്ഞു. ഇവിടെ ഇപ്പുറത്തേക്കും നോക്കാൻ പറഞ്ഞു. അപ്പൊ അവിടെയും എന്തുണ്ട്? ഇതാ സവാദുൻ അദീമുൻ, അവിടെയും വലിയ കൂട്ടം. ഫഖീലലി, അപ്പോൾ എന്നോട് പറയപ്പെട്ടു ഹാദിഹി ഉമ്മത്തുക, ഇത് നിങ്ങളുടെ സമുദായമാണ് എന്ന് പറയപ്പെട്ടു. ഇത് നിങ്ങളുടെ സമുദായമാണ്. വമഅഹും, പിന്നെ ആ പറഞ്ഞ ആള് വീണ്ടും പറയാണ് വമഅഹും, അവരോടൊപ്പമുണ്ട് 70,000 70,000 ജനങ്ങളുണ്ട്, 70,000 ആളുകളുണ്ട്. യദ്ഖുലൂന, അവർ പ്രവേശിക്കും, അൽ ജന്നത്ത, സ്വർഗത്തിൽ, ബിഗൈരി ഹിസാബിൻ, വിചാരണയില്ലാതെ, വലാ അദാബിൻ, ഒരു ശിക്ഷയുമില്ലാതെ. നിങ്ങളിങ്ങനെ പറയാം. അപ്പോൾ കുറേ ആളുകളെ കണ്ടു. ആ ആളുകളുടെ കൂട്ടത്തിൽ 70,000 ആളുകളുണ്ട്. അവര് സ്വർഗത്തിൽ ഒരു വിചാരണയോ ഒരു ശിക്ഷയോ ഇല്ലാതെ പ്രവേശിക്കും. സുമ്മ നഹല, പിന്നെ നബി തങ്ങൾ എഴുന്നേറ്റു. ഫദഖല മൻസിലഹു, വീട്ടിലേക്ക് പ്രവേശിച്ചു. അവിടുന്ന് വീട്ടിലേക്ക് പോയി. ഫഹാലന്നാസു, ജനങ്ങൾ പ്രവേശിച്ചു, ചർച്ച ചെയ്യാൻ തുടങ്ങി. ഫി ഉലായിക, അവരിൽ, അല്ലദീന യദ്ഖുലൂനൽ ജന്നത്ത, സ്വർഗത്തിൽ കടക്കുന്ന അവരിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി. ബിഗൈരി ഹിസാബിൻ വലാ അദാബിൻ, ഒരു ശിക്ഷയുമില്ലാതെ വിചാരണയുമില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ആളുകൾ ആരാണ് എന്ന വിഷയത്തിൽ അവർ ചർച്ച ചെയ്യാൻ തുടങ്ങി. വിധങ്ങൾ 70,000 ആളുകൾ ഒരു ഹിസാബും വിചാരണയും ഒരു ശിക്ഷയും ഇല്ലാതെ സ്വർഗത്തിൽ കടക്കുന്നു പറഞ്ഞല്ലോ. അത് ആരാന്ന് പറഞ്ഞെടുത്തില്ല. വിധങ്ങൾ അവിടുന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. അപ്പോൾ സ്വഹാബത്ത് ആരംഭിച്ചു, അത് ആരായിരിക്കും എന്ന് ചർച്ച ചെയ്യാൻ ആരംഭിച്ചു. ഫഖാല ബഅദുഹും, അപ്പോൾ ചിലര് പറഞ്ഞു, ഫലഅല്ലഹും, അവർ ആയേക്കാം, അല്ലദീന, ഒരുത്തർ, സ്വഹിബു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെയുള്ള അനുയായികളായ ആളുകളായേക്കാം. നബി തങ്ങളോട് എപ്പോഴും ഒപ്പം ഉണ്ടാകുന്ന ആളുകളായിരിക്കും ആ 70,000 പേര് എന്ന് പറഞ്ഞു. മനസ്സിലായ വിഷയം? മനസ്സിലായ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പ്രശ്നമില്ല. അപ്പൊ അവര് ചർച്ച ചെയ്യാണ്. അത് റസൂലുള്ളാഹിനോട് കൂടെ സഹവസിച്ച ആളുകളായിരിക്കും എന്നൊരു ടീം പറഞ്ഞു. വഖാല ബഅദുഹും, മറ്റുള്ളവർ പറഞ്ഞു, മറ്റു ചിലർ പറഞ്ഞു, ഫലഅല്ലഹുമുല്ലദീന, അവർ ആയേക്കാം, ഉലിദു ഫിൽ ഇസ്ലാമി, ഇസ്ലാമിൽ പ്രസവിക്കപ്പെട്ടവരായേക്കാം, മുസ്ലിങ്ങളായി ജനിക്കപ്പെട്ടവരായേക്കാം. കുറേ സ്വഹാബത്ത് അങ്ങനെയല്ലല്ലോ, അവർ ഇസ്ലാം സ്വീകരിച്ചതല്ലേ. അപ്പൊ ഇസ്ലാമിൽ ആയി ജനിക്കപ്പെട്ടവരായേക്കാം എന്ന് പറഞ്ഞു. ഫലം യുശ്രികൂ ബില്ലാഹി ഷൈഅൻ, അള്ളാഹുവിനെ കൊണ്ട് തീരെ ഒന്നിനെയും അവർ പങ്കു ചേർത്തിട്ടില്ല. അത് മുതലേ മുസ്ലിങ്ങളാ, ജനിച്ച മുതലേ മുസ്ലിങ്ങളാ. അങ്ങനെയുള്ള ആളുകളായേക്കാം ആ 70,000 പേര് എന്ന് മറ്റു ചിലർ പറഞ്ഞു. വദക്കറു അഷിയാ, അങ്ങനെ പലരും പല അഭിപ്രായവും പറഞ്ഞു, പല കാര്യങ്ങളും പറഞ്ഞു. ഇതല്ലാത്ത പല അഭിപ്രായങ്ങളും അവർ പറഞ്ഞു. ഫഖറജ അലൈഹിം, അങ്ങനെ അവരുടെ മേൽ വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് വന്നു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, എന്നിട്ട് പറഞ്ഞു, മല്ലദി, എന്താണ്, തഖൂലൂന ഫീഹി, നിങ്ങൾ ചർച്ച ചെയ്യുന്നത്, നിങ്ങൾ എന്താ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓരോരുത്തർ ഓരോ അഭിപ്രായം പറയുന്നുണ്ടല്ലോ, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചു.
ഫഅഖ്ബറൂഹു, അപ്പോൾ അവരെല്ലാവരും നബി തങ്ങളോട് കാര്യം പറഞ്ഞു. നബി ഞങ്ങൾ പറഞ്ഞില്ലേ കുറച്ച് നേരത്തെ, നബി തങ്ങളുടെ ഉമ്മത്തിൽ 70,000 പേര് വിചാരണ കൂടാതെ, അതുപോലെ ശിക്ഷയൊന്നും അനുഭവിക്കാതെ സ്വർഗത്ത് കടക്കുന്നു പറഞ്ഞില്ലേ, അതാരാന്നാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹും അവർ, നിങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, അവർ അല്ലദീന ലാ യർഖൂൻ, അവർ മന്ത്രിക്കാത്തവരാണ്, മന്ത്രം ചെയ്യാത്തവരാണ്. വലാ യസ്തർഖൂൻ, മറ്റുള്ളവരോട് മന്ത്രിക്കണമെന്ന് ആവശ്യപ്പെടാത്തവരുമാണ്. വലാ യതതയ്യറൂൻ, അവർ ശകുനം നോക്കാത്തവരുമാണ്, ശകുനം നോക്കാത്തവരുമാണ്. വഅലാ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ മേൽ യതവക്കലൂൻ, അവർ തവക്കുലാക്കുന്നവരാണ്. രോഗം വന്നാൽ അവർ ചികിത്സിക്കുകയില്ല, പ്രയാസം വന്നാൽ അവർ ആ പ്രയാസം നീങ്ങാൻ മനുഷ്യരെ സമീപിക്കൂല. എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ച് നടക്കുന്നവരാണവർ, മുത്തവക്കിലീങ്ങളായ ആളുകളാണ് എന്ന് പറഞ്ഞു. പക്ഷെ മനസ്സിലായ, മന്ത്രം തെറ്റല്ല. മന്ത്രിക്ക, രോഗം വന്നാൽ ചികിത്സിക്കണ പല ഡോക്ടർമാരെടുത്ത് പോകും, അവർ മരുന്ന് കുറിച്ച് തരും. അള്ളാഹുവിൻ്റെ ഇസ്മുകൾ, പ്രത്യേകമായ ആയത്തുകൾ വെച്ച് മന്ത്രിക്കുന്ന ആളുകൾ ഉണ്ടാവും. അതും ഒരു കാരണമാണ്, മരുന്നൊരു കാരണമാണ്, മറ്റു പലതും കാരണമാണ്. അല്ല, അതൊന്നും ചെയ്യാതെ എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ച് നടക്കുന്നവരാണ്, തവക്കുലാക്കുന്നവരാണ്, ഫസ്റ്റ് കാറ്റഗറിയിലുള്ള ആളുകൾ. അപ്പൊ ഇവർക്ക് കുടുംബം ഉണ്ടാവില്ല. അപ്പോൾ ഭാര്യ ഉണ്ട്, മക്കളുണ്ട്, രോഗം വന്നു, അള്ളാഹിനെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ ഇരിക്കൂല അവർക്ക് അതൊന്നുമില്ല. ചികിത്സിക്കുന്നത് തെറ്റല്ല, പക്ഷേ അതിനേക്കാളും അപ്പുറത്തുള്ള ഒരു പദവിയാണ് എന്ത്? എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിക്കുക. അള്ളാഹു എനിക്ക് സുഖപ്പെടുത്തി തരുമെന്ന അചഞ്ചലമായ വിശ്വാസം, അത് തവക്കുലിന്റെ ഒന്നാമത്തെ മർത്തബ. പിന്നെ പറ്റും, സാധിക്കുമെങ്കിൽ. കുടുംബം നോക്കാൻ സാധിക്കാത്ത ആള് അത് കട്ടായിരിക്കാൻ നല്ലത്. അത് വിവാഹം കഴിക്കൽ ഹറാമാണ്. പെണ്ണിനെ നോക്കാൻ കഴിയില്ല, സംരക്ഷിക്കാൻ കഴിയില്ല, അവർക്ക് ചെലവ് കൊടുക്കാൻ കഴിയില്ല, അവൻ നോമ്പെടുത്താൽ മതി. അപ്പോ ഇതിപ്പോ നമ്മൾ പറഞ്ഞത് അതെ നോമ്പാണ്, അത് നോമ്പ് ഒരു പരിചയമാണെന്നാണ് ഹദീസിൽ അങ്ങനെ തന്നെ ഉള്ളത്. അസൗമു വിആഉൻ, നോമ്പൊരു പരിചയമാണ്. അതുപോലെ ഈ ലക്ഷണം നോക്കുക. ജാഹിലിയായ കാലഘട്ടത്തിലെ ആളുകൾ ചെയ്തിരുന്നു എന്ത്? പക്ഷി, ഒരു മൈനനെ കണ്ട അടി കിട്ടും കണ്ടൊക്കെ കുട്ടികൾ പറിച്ചിട്ടില്ലേ? പണ്ടൊക്കെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത്, എൻ്റെ കുട്ടിക്കാലത്ത് പറഞ്ഞിരുന്നു, ഒരു മൈനനെ കണ്ടാൽ അന്ന് സ്കൂളിൽ പോയ അടി കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും? വേറൊരു മൈനയും കൂടി കാണാൻ നോക്കും. അപ്പോൾ 2 മൈനനെ കണ്ടു, അപ്പോൾ അടി കിട്ടൂല, ചിലപ്പോൾ അന്നാക്കാർ അടി കിട്ടുക.
പിന്നെ 3 കണ്ട വേറൊരു 4 കണ്ട വിരുന്നുകാർ വരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ പക്ഷി ലക്ഷണം നോക്കുക. അത് ചെയ്യാം. ജാഹിലിയ കാലഘട്ടത്തിൽ അതൊക്കെ ചെയ്തിരുന്നു. പൂച്ച മുന്നിൽ ചാടി അങ്ങനെയൊക്കെ പറയാ ചിലവര്. ഒരു പ്രശ്നമല്ല. കാക്ക കരഞ്ഞു വിളിച്ചു, വിരുന്നുകാരെ വിളിക്കുകയാണ്. ഒക്കെ അള്ളാഹുവിന്റെ ഖദർ, അള്ളാഹുവിന്റെ ഖദർ ഖലായിൽ വിശ്വസിക്കുന്ന ആൾക്ക് അതൊക്കെ ഒന്നുമില്ല. സുബഹി നിസ്കാരം അതാ ആയി നിസ്കരിച്ച ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ല, അത് ലക്ഷണമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ഏതായാലും പറ്റൂല. ലക്ഷണ ഫാറൂഖ് മൈക്കൊന്ന് മ്യൂട്ട്. അത് മരണം എന്ന് പറഞ്ഞാൽ അതും അത് ലക്ഷണമായിട്ട് അത് അതാണ്, അതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് തന്നെ അങ്ങനെ വരും എന്നുള്ളത് വിശ്വസിക്കരുത് എന്ന്. പല പല അടയാളങ്ങളും ഉണ്ടാവും. ഇപ്പൊ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നെഹ്സ് ഉള്ളത് തന്നെയാണല്ലോ, സഅദും ഉള്ളതാ. നല്ല സമയങ്ങളുണ്ട്, മോശം സമയങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഹക്ക് തന്നെയാണ്. ഈ സമയത്ത് ചെയ്താൽ അത് മോശം തന്നെ ആകുള്ളൂ, അതാ സമയത്തിന്റെ പ്രത്യേകതയാണ്, സമയം അങ്ങനെ തന്നെ വരുത്തുള്ളൂ, അത് വിശ്വസിക്കാൻ പാടില്ല. നല്ല കാര്യങ്ങൾക്ക് നല്ല പ്രത്യേക സമയം തിരഞ്ഞെടുക്കൽ നല്ലത് തന്നെയാണ്. ഇതല്ല പറയണേ. ഇതൊരു ഒരു പക്ഷിയെ കണ്ട അല്ലെങ്കിൽ ഒരു പൂച്ച മുന്നിൽ ചാടിയ ആ കാര്യത്തിൽ അന്ന് ബർക്കത്തുണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നിന്ന് വിളിച്ച അന്ന് മുന്നിക്ക് പോകേണ്ട കാര്യത്തിൽ ശരിയാവില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ഒരു അന്ധവിശ്വാസങ്ങളാണ്, അത് ശരിയല്ല. അപ്പോൾ ഫഖാമ ഉക്കാശത്തു, ഇത് പറഞ്ഞേക്ക് ഉക്കാശത്തുബിന് മുഹ്സിൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉദുല്ലാഹ്, നബിയെ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അൻ യജ്അലനി മിൻഹും, എന്നെ അവരിൽ പെടുത്താൻ വേണ്ടി ദ്വാരക്കണം. ഓക്കെ, ഐഡിയ ഒക്കെ ഉക്കാശ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് അതിൽ പെടണം, നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞേ, അൻത മിൻഹും, നീ അതിൽ പെട്ടവനാണ്, അവരിൽ പെട്ടവനാണ്. സുമ്മ ഖാമ റജുലുൻ, ഭാഗ്യം കിട്ടിയില്ലേ, ചോദിച്ചാൽ കിട്ടി. സുമ്മ ഖാമ റജുലുൻ ആഖർ, പിന്നെ വേറൊരാൾ എഴുന്നേറ്റു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഉദ്ഉല്ലാഹ യജ്അലനി മിൻഹു. ഫഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സബഖക ബിഹാ ഉക്കാശ, ഉക്കാശ അനക്ക് മുന്നിൽ വന്നിട്ടുണ്ട്, ഉക്കാശ എൻ്റെ മുമ്പേ ചോദിച്ചത് വരുത്തി. ഇനി എന്നെ അനക്ക് പെടുത്താനും ദ്വാരക്കണില്ല, ഇനി പെടൂലെന്നും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ആദ്യം ഒരു ചാൻസ് അവിടെ ഉണ്ടാകുന്നു, ഉക്കാശ ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞു. അവിടെ റജുലുൻ ആഖർ, അല്ല അതൊരു ഹൈറിൽ മുന്തണം എന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഹൈറായ കാര്യങ്ങൾക്ക് ഉളരി ചെയ്യണം എന്ന് നബി തങ്ങൾ പ്രോത്സാഹിപ്പിച്ചതാണ്. അവിടെ ഇയാളാണ് ആദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കിട്ടിയിരുന്നു. അപ്പൊ ഹൈറായ വിഷയങ്ങൾക്ക് എല്ലാവരും മത്സരം വേണം എന്ന് പ്രോത്സാഹിപ്പിക്കാനാണ്. അദ്ദേഹത്തെ മോശമാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അനക്ക് മുന്നേ മൂപ്പര് വന്നു, മൂപ്പര് ചോദിച്ചു, മൂപ്പർക്ക് കൊടുത്തു എന്ന്. ക്ലിയർ അല്ലേ? ഒരു മത്സരബുദ്ധിയോടുകൂടെ നല്ല കാര്യങ്ങളിൽ ചെയ്യണം എന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു സംഭാവന ചോദിക്കുമ്പോൾ ആദ്യം കൊടുക്കുന്ന ആളുണ്ടല്ലോ, ഓൽക്കാണ് കൂടുതൽ കൂടിയിട്ട്.
രണ്ടാമത് കൂലി കിട്ടൂല എന്നല്ല, ഒരു ചില ഉസ്താദന്മാർ ഇങ്ങനെ പിരിക്കാൻ തുടങ്ങൂല, പിരിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ആദ്യം പറയുമ്പോൾ ആരും പറയില്ല. അപ്പോൾ ഫസ്റ്റ് ആരാ പറയണേ, ബിസ്മില്ല ആരാണ്, അപ്പോൾ ഒരാൾ അപ്പണ്ട് എന്ത് ചെയ്യും, അതും പണ്ട് തുടങ്ങും ബാക്കിയുള്ളവരൊക്കെ. അപ്പോൾ അത് ഒരു പ്രത്യേകതയാണ്. ആദ്യം ഒരു കാര്യം ആദ്യം ചെയ്യുക, ഒരു ഹൈറിലേക്ക് ആദ്യം എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് പ്രോത്സാഹിപ്പിച്ചാണ് ഇവിടെ. ഉക്കാശത്തു ബി ലമ്മിൽ ഐനി, ഐനിക്ക് ലമ്മ് കൊണ്ട് ഉക്കാശത്ത് എന്നാണ് റൂന്ന വായിക്കുന്നുണ്ട്. തസ്ദീദിൽ കാഫി, കാഫിനിക്ക് ശബ്ദോട് കൂടെ ഉക്കാശ. അബി തഖ്ഫീഫിയ ഉക്കാശ, ശബ്ദില്ലാതെ ഉക്കാശ എന്നുണ്ട്. പക്ഷെ തസ്ദീദു ശബ്ദ് വെച്ച് പറയലാണ് അഫ്സഹു, ഏറ്റവും സാഹിത്യപരമായ ശരി, സാഹിത്യപരമായ രൂപത്തിലുള്ള ശരിയായ പ്രയോഗം ശബ്ദ് കൊടുത്തു ഉക്കാശ എന്ന് പറയലാണ്. പേരിനൊന്ന് പറഞ്ഞു. 75 അസാനി അനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അയ്ളൻ, മുമ്പത്തെയും ആരാണ് പറഞ്ഞത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാണ്. അത് ഇതും ആരെന്നാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തന്നെ ഉദ്ധരിക്കുന്നു. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു, നബി തങ്ങൾ പറയാറുണ്ടായിരുന്നു. കാന യഖൂലു എന്ന് പറയുമ്പോൾ കുറേ ചര്യയായിട്ട് പറയാറുണ്ട് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് നമ്മളും ചെയ്യണം. ഇനി പറയാൻ പോകുന്ന ഒരു ദിക്ർ, അല്ലാഹുമ്മ, അല്ലാഹുവേ, ലക അസ്ലംതു, ഞാൻ പൂർണ്ണമായി നിനക്ക് വഴിപ്പെട്ടിരിക്കുന്നു, പൂർണ്ണമായി വഴിപ്പെട്ടിരിക്കുന്നു. നീ എന്താണോ തീരുമാനിച്ചത് അതിന് ഞാൻ പൂർണ്ണമായും വഴിപ്പെട്ട് അംഗീകരിച്ചിരിക്കുന്നു. വബിക ആമൻതു, നിന്നെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വഅലൈക തവക്കൽതു, ഇത് നമ്മുടെ പാഠം. വഅലൈക തവക്കൽതു, നിന്റെ മേൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. വഇലൈക അനബ്തു, നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നു, തൗബ ചെയ്യുന്നു. അനബ്തു, ഞാൻ മടങ്ങുന്നു എന്നാണ്. എങ്ങനെ മടങ്ങുന്നു? തൗബ ചെയ്ത് മടങ്ങുന്നു. വബിക, നിന്നെ സഹായം കൊണ്ട്, നിന്നെ കൊണ്ട്, ഖാസംതു, ഞാൻ തർക്കിക്കുന്നു, ശത്രുക്കളോട് ഞാൻ നിന്നെ കൊണ്ട് തർക്കിക്കുന്നു, നിന്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് ഞാൻ തർക്കിക്കുന്നു. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ബിഇസ്സതിക, നിന്റെ പ്രതാപം കൊണ്ട്, നിന്റെ ഇസ്സത്ത് കൊണ്ട് ഞാൻ ചോദിക്കുന്നു. ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ ഒരു ഇലാഹില്ല. എന്താ ഞാൻ ചോദിക്കുന്നത്? അൻ തുദില്ലനീ, നീ എന്നെ വഴി പിഴപ്പിക്കുന്നതിൽ നിന്ന്. എന്നെ പിഴപ്പിക്കരുത് അല്ലാ, എന്നെ പിഴച്ചവനാക്കരുതേ അല്ലാ എന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അൻതൽ ഹയ്യു, നീ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അല്ലദീ ലാ യമൂതു, നീ മരിക്കാത്തവനാണ്. വൽ ജിന്നു വൽ ഇൻസു, മനുഷ്യരും ജിന്നും, യമൂതൂൻ, അവർ മരിക്കുന്നു. മനുഷ്യരും ജിന്നൊക്കെ മരിക്കും. നീ എന്നെന്നും ജീവിച്ചിരിക്കുന്ന മരണമില്ലാത്തവനാണ്. അതുകൊണ്ട് റബ്ബേ, എന്നെ പിഴപ്പിക്കല്ല, എന്നെ പിഴപ്പിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അല്ലാഹുമ്മ ലക അസ്ലംതു വബിക ആമൻതു വഅലൈക തവക്കൽതു വഇലൈക അനബ്തു വബിക ഖാസംതു. അപ്പോൾ നമ്മൾ ഈ ഖാസംതു പറഞ്ഞാൽ
ശത്രുക്കളോട് നമ്മൾ എന്ത് ചെയ്യണം? എതിരിടണം. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നമ്മൾ പ്രതിരോധിക്കണം. ആശയങ്ങൾ കൊണ്ട് പ്രതിരോധിക്കണം. അനിവാര്യമായ ചില സന്ദർഭങ്ങളിൽ നിബന്ധനകൾക്ക് വിധേയമായി ചില പോരാട്ടങ്ങൾ നടത്തേണ്ടി വരും. ഇപ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ എഴുതുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ പ്രതികരിക്കണം. എങ്ങനെ പ്രതികരിക്കണം? അവരെഴുത്തിലാന്ന് വെച്ചെങ്കിൽ നമ്മളും എഴുതണം. അവർ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കണം. എന്നിട്ട് അവരുടെ വാദങ്ങളെ ഖണ്ഡിക്കണം. അത് നബി തങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളും ചെയ്യണം. നമ്മൾ പഠിക്കണം. ഇസ്ലാമിനെ കുറിച്ച് മോശമായ കാര്യങ്ങൾ സംസാരിക്കുകയോ മോശമായ രൂപത്തിൽ പെരുമാറുകയോ എഴുതുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളെ നമ്മൾ പ്രതിരോധിക്കണം. اللهم إني أعوذ بعزتك لا إله إلا أنت أن تضلني أنت الحي الذي لا يموت والجن والإنس يموتون. മനുഷ്യരും ജിന്നുവർഗവും ഒക്കെ മരിക്കും. എന്നെന്നും ജീവിച്ചിരിക്കുന്ന മരണമില്ലാത്ത അള്ളാഹുവാണ് നീ, മരണമില്ലാത്തവനാണ് നീ. ഇത് നബി തങ്ങൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഇത് നമ്മൾ കാണാതെ പഠിക്കുക, നമ്മൾ പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? റാഫിക, അഫ്സല, കേൾക്കണില്ലേ? ഇനി അസ്സാലിസു അൻ ഇബ്നി അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഐലൻ, ആൾസോ. ഇംഗ്ലീഷിൽ പറയില്ലേ ആൾസോ, അർത്ഥം ഐലൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ വീണ്ടും ഉദ്ധരിക്കുന്നു, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ഹസ്ബുനല്ലാഹു, ഞങ്ങൾക്ക് അല്ലാഹു മതിയായിരിക്കുന്നു, വ നിഅമൽ വക്കീൽ, സഹായിയായി അല്ലാഹു നന്നായിരിക്കുന്നു, വേറൊരാളും വേണ്ട. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ഖാലഹ, ഈ ദിക്റിനെ പറഞ്ഞു ഇബ്രാഹീമു അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹീന ഉൽഖിയ, അദ്ദേഹത്തെ ഇടപ്പെട്ടപ്പോൾ, ഫിന്നാരി, തീയിലിട്ടു. നുമ്രൂദ് എന്നുള്ള രാജാവ് അദ്ദേഹത്തിനെ തീയിലിട്ടല്ലോ. ആ തീയിലിട്ട സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. അപ്പോൾ വളരെ വലിയൊരു പ്രതിസന്ധി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച സമയത്ത് പറഞ്ഞു. ഇനിയോ വഖാലഹ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഹീന ഖാലൂ, അവർ പറഞ്ഞപ്പോൾ, അവർ കുറച്ചാളുകൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നന്നാസ, ഒരു വിഭാഗം ആളുകൾ, ഖദ് ജമഉ ലക്കും, നിങ്ങളോട് ആക്രമിക്കാൻ വേണ്ടി അവർ സംഘടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫഖ്ശൗഹും, നിങ്ങൾ പേടിച്ചോളിയോരെ എന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു. കുറേ ആളുകൾ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട്, നിങ്ങൾ പേടിച്ചു നിന്നോളി, പേടിച്ചു മാറിക്കോളി എന്ന് പറഞ്ഞു. പക്ഷേ ഫസാദഹും ഈമാനൻ, അവർക്ക് ഈമാനിനെ അത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. വഖാലു, അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, സഹായിയായി അല്ലാഹു മാത്രം മതി, അല്ലാഹു മതിയായിരിക്കുന്നു എന്ന് നബിതങ്ങൾ പറഞ്ഞു. അപ്പം അത് ഒരു ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസമുള്ള സമയത്തായിരുന്നു അത്. അപ്പം അത് ഹസ്ബുനല്ലാഹു, അതിന് ഫലം കിട്ടിയല്ലോ, ജയിച്ചല്ലോ, യുദ്ധത്തിൽ വിജയമുണ്ടായി.
അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിട്ടപ്പോൾ അതിന് രക്ഷയുണ്ടായല്ലോ. അപ്പൊ നമ്മളും എന്ത് പ്രതിസന്ധിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നമ്മൾ അള്ളാഹുവിനെ ഓർക്കുക. നമ്മൾ അള്ളാഹുവിനെ ഓർത്താൽ അള്ളാഹു നമ്മയും ഓർക്കും. എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് പറഞ്ഞാൽ ഒരു ആത്മാർത്ഥതയോടുകൂടെയാണ് അത് പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ പടച്ച റബ്ബ് അത് കേട്ട് അതിനുള്ള പ്രതിവിധി നമുക്ക് തരും, സഹായം ചെയ്യും. എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യൂല എന്ന് പറയില്ലേ നമ്മൾ. അപ്പം ആ കുട്ടി അങ്ങനെ ചെയ്യൂല. അതേപോലെ ആ ഒരു പ്രയോഗം, ഞങ്ങൾക്ക് റബ്ബ് മതി. അപ്പോൾ അത് ആത്മാർത്ഥതയോടുകൂടെയുള്ള പറച്ചിലാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വിളിച്ച സ്ഥലത്ത് അവൻ വേണ്ട സഹായം അള്ളാഹു ചെയ്തു. വഫീ റിവായത്തിൻ ലഹു ഐളൻ ഖാല കാന ആഖിറ ഖൗലി ഇബ്രാഹിം അലൈഹിസ്സലാം, അവസാനത്തെ വാക്ക് ഇബ്രാഹിം നബിയുടെ അവസാനത്തെ വാക്കായിരുന്നു ഹീന ഉൽഖിയ ഫിന്നാർ, തീയിലിട്ട സമയത്ത് അദ്ദേഹം പറഞ്ഞ അവസാന വാക്കായിരുന്നു ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ എന്നത്. അത് റിവായത്തിൽ ഇങ്ങനെ ഹസ്ബിയല്ലാഹു എന്നാണ്. മറ്റോടത്ത് നമ്മൾ മേലെ പറഞ്ഞ ഹസ്ബുന എന്നാണ്. ഹസ്ബുനല്ലാഹു, ഹസ്ബിയ എന്ന് പറഞ്ഞാൽ എനിക്ക് മതി. ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ. ക്ലിയർ അല്ലേ? എവിടെ അല്ലേ എല്ലാവരും ഇല്ലേ? സുഹേൽ സാറേ, അസീസ്ക, ഓക്കെ. ഇനി നോക്ക് നിങ്ങൾ 77 അറാബിയോ, നാലാമത്തത്. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാൽ യദ്ഖുലുൽ ജന്നത, സ്വർഗത്തിൽ പ്രവേശിക്കും അക്വാമുൻ, ചില വിഭാഗം ആളുകൾ, അഫ്ഇദതുഹും, അവരുടെ ഹൃദയങ്ങൾ, മിസിലു അഫ്ഇദതി ത്വയ്രി, പക്ഷികളുടെ ഹൃദയം പോലെയാണ്. പക്ഷികളുടെ ഹൃദയം പോലെയാണ്. പക്ഷികളുടെ ഹൃദയം എന്താ ഉണ്ടാകുക? പക്ഷികളുടെ ഹൃദയം വളരെ ലോലമായിരിക്കും. അതുപോലെ പേടി ഉണ്ടാവും എപ്പോഴും, അല്ലേ? ഒരു പക്ഷിക്ക് നമ്മൾ അരിയിട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കോഴിക്ക് അരിയിട്ട് കൊടുക്കുകയാണ്. അരിയിട്ട് കൊടുത്തിട്ട് ആ കോഴി എങ്ങനെ അരി തിന്നുക? പേടിച്ചിട്ടല്ലേ? ഇപ്പോൾ പിടിക്കുമോ എന്നെ, അത് പിടിക്കുമോ എന്ന് പേടിപ്പിച്ചിട്ടുണ്ടാകും. അപ്പം അതേപോലെ അള്ളാഹുവിനെ പേടിക്കുന്ന ഹൃദയമുള്ളവർ, അള്ളാഹുവിനെ പേടിക്കുന്ന ഹൃദയമുള്ള ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യും. അപ്പം അതതിൻ്റെ അർത്ഥം. പക്ഷികളുടെ ഹൃദയം പോലെയാണ് അവരുടെ ഹൃദയങ്ങൾ. പക്ഷികളുടെ ഹൃദയത്തിൽ നിഷ്കളങ്കമാണ്, ലോലമാണ്, പേടിയുണ്ട്. അതൊക്കെ ഇവരുടെ ഹൃദയത്തിലുണ്ട്. ഖീല, അഭിപ്രായപ്പെട്ടിരിക്കുന്നു, മഅനാഹു, അതിൻ്റെ അർത്ഥം മുതവക്കിലൂന എന്നാണ്, തവക്കുലാക്കുന്നവരാണ്. പക്ഷികൾ അങ്ങനെയാണല്ലോ, അവര് രാവിലെ ഒഴിഞ്ഞ വയറുമായിട്ട് പോകും, വൈകുന്നേര സമയത്ത് നിറഞ്ഞ വയറുമായി തിരിച്ചു വരും. വഖീല, മറ്റൊരഭിപ്രായം കുലൂബുഹും റഖീഖത്തുൻ, വളരെ ലോലമായ, വളരെ നേരിയ ഹൃദയമാണ്, കഠിനമല്ല. പെട്ടെന്ന് വിഷമം വരികയും പെട്ടെന്ന് സ്നേഹം വരികയും പെട്ടെന്ന് അലിവ് വരികയും സ്നേഹം വരികയും ഇണക്കം വരികയും ചെയ്യുന്ന ഹൃദയമാണ് എന്നാണ് അർത്ഥമെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും തവക്കുലാക്കുക എന്നൊരർത്ഥം കൂടി അതിന് ചിലത് നൽകിയിട്ടുണ്ട്. രാവിലെ പക്ഷികൾ ഒട്ടിയ വയറുമായി കൂട്ടിൽ നിന്ന് പോകുന്നു, തവക്കുലാക്കിയിട്ടാണ് അവർ പോകുന്നത്. അവരെവിടെയെന്ന് വെച്ചാൽ അവരുടെ ഭക്ഷണം
കണ്ടെത്തി വയറ് നിറച്ച് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരുന്നു. അതുപോലെ തവക്കുലാക്കുന്ന ആളുകളാണ് സ്വർഗത്തിൽ കടക്കുക എന്ന് ഹദീസിലുണ്ട്. അത് ഈ അടുത്ത ഹദീസ് തന്നെയാണ്. ഒരു ഹദീസ് കൂടി പറയാം. അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അന്നഹു അദ്ദേഹം ഗസാ യുദ്ധം ചെയ്തു, മഅൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ കൂടെ അദ്ദേഹം യുദ്ധം ചെയ്തു, ഖിബല നജ്ദിൻ നജ്ദിന്റെ ഭാഗത്തിലൂടെ. നജ്ദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ഭാഗത്തേക്ക് പോയി ഒരു യുദ്ധം ചെയ്തു. ഫലമ്മാ ഖഫല മടങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൽ നിന്ന് മടങ്ങിയപ്പോൾ ഖഫല അദ്ദേഹവും മടങ്ങി, മഅഹും നബി തങ്ങളും അനുയായികളോയും ഒപ്പം തിരിച്ചു വന്നു. അങ്ങനെ ഫഅദ്റകത്ഹും അവർക്ക് അനുഭവപ്പെട്ടു അൽ ഖായിലത്തു ഉച്ചമയക്കം അനുഭവപ്പെട്ടു. അങ്ങനെ തിരിച്ചു വരികയാണ്. ഉച്ചമയക്കം ഉണ്ടല്ലോ, ഉച്ചമയക്കം കൈലൂലത്ത്, അത് അവർക്ക് അനുഭവപ്പെട്ടു. ഫിവാദിൻ ഒരു താഴ്വരയിൽ എത്തിയപ്പോൾ, കസീരിൽ ഇലാഹി മുള്ളുള്ള മരങ്ങൾ ധാരാളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ എല്ലാവർക്കും ഉച്ചമയക്കം പിടിപെട്ടു. ഫനസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ നബി തങ്ങൾ അവിടെ ഇറങ്ങി തമ്പടിച്ചു. വതഫറഖന്നാസു ജനങ്ങളെല്ലാവരും വേർപിരിഞ്ഞു. യസ്തളില്ലൂന ബിശജർ മരത്തിന്റെ തണല് തേടിക്കൊണ്ട്. മരങ്ങൾ എവിടെയുള്ളത്? അതിന് തണലിൽ പോയിട്ട് കിടക്കാം, മയക്കാണല്ലോ, വെയിലത്ത് കിടക്കണ്ടല്ലോ. അപ്പോൾ മരങ്ങളെ തണല് തേടിക്കൊണ്ട് ജനങ്ങളൊക്കെ വിട്ടുപിരിഞ്ഞു. വനസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങി തഹ്ത സമുറത്തിൻ എലന്ത മരത്തിന്റെ കീഴിൽ നബി തങ്ങൾ എന്ത് ചെയ്തു? ഇറങ്ങി. ഒരു മരം, ആ മരത്തിന്റെ താഴെ നബി തങ്ങൾ ഇരുന്നു. ഫഅല്ലഖ ബിഹാ ആ മരത്തിൽ നബി തങ്ങൾ കെട്ടിയിട്ടു. സൈഫഹു നബി തങ്ങളുടെ വാളിനെ കെട്ടിയിട്ടു. വനിംന ഞങ്ങൾ എല്ലാവരും ഉറങ്ങി. നൗമത്തൻ ഉറക്കമുറങ്ങി, എല്ലാവരും ഉറങ്ങി. ഫഇദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഊന ഞങ്ങളെ വിളിക്കാണ്. എല്ലാവരും വിളിച്ചു. വൈദാ സമയത്ത് ഇൻദഹു നബി തങ്ങളുടെ അടുക്കൽ അഅറാബിയുൻ ഒരു അറബി ഉണ്ട്, ഒരു കാട്ടറബി ഉണ്ട് നബി തങ്ങളുടെ അടുക്കലുണ്ട്. ഫഖാല നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദാ തീർച്ചയായും ഇവൻ ഇഖ്തറത അലയ്യ എൻ്റെ മേൽ ഊരിപ്പിടിച്ചു, സൈഫി എൻ്റെ വാളിന്, എൻ്റെ വാൾ ഊരിപ്പിടിച്ചു അവന് നിന്നു. വാന നായിം ഞാൻ ഉറങ്ങരുത്, ഞാൻ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ വാളെടുത്ത് എൻ്റെ വാള് ഊരിപ്പിടിച്ച് ഇദ്ദേഹം നിന്നു. ഫസ്തൈഖൽതു അങ്ങനെ ഞാൻ ഉണർന്നു. വഹുവ വാള് ഫിയദി അദ്ദേഹത്തിൻ്റെ കയ്യിൽ സൽത്തൻ പെടക്കുന്നുണ്ട്. വാള് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിടന്നുണ്ടാകുന്നുണ്ട്, പടക്കുന്നുണ്ട്, ഊരിപ്പിടിച്ചിങ്ങനെ പടച്ചു നിൽക്കുക. ഖാല അദ്ദേഹം പറഞ്ഞു, മൻ യംനഉക മിന്നി നിങ്ങൾ ആരാണ് തടയുക എന്നിൽ നിന്ന്? ആരാ നിങ്ങളെ രക്ഷിക്കുക? എൻ്റെ അക്രമത്തിൽ നിന്ന് ആരാണ് തടയുക? ഖുൽതു ഞാൻ പറഞ്ഞു, അല്ലാഹു, അല്ലാഹു തടയും. സലാസൻ 3 പ്രാവശ്യം പറഞ്ഞു. വലം യുആഖിബ് നബി തങ്ങൾ ശിക്ഷിച്ചില്ല, അദ്ദേഹത്തിനെ ശിക്ഷിച്ചില്ല. വജലസ
നബി തങ്ങൾ അവിടെ ഇരിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ഉറക്കത്തിലാണ്, നബിതങ്ങളും മയക്കത്തിലാണ്. അങ്ങനെ നബിതങ്ങളുടെ വാളെടുത്തു ഉരിപ്പിടിച്ച്. അപ്പം നബിതങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. അദ്ദേഹം ചോദിച്ചു, ആരാണ് എന്നിൽ നിന്നും രക്ഷിക്കുക? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു രക്ഷിക്കും, അള്ളാഹ് അള്ളാഹ് എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാള് അദ്ദേഹത്തിന് വീണു. നബിതങ്ങൾ എടുത്തു. അത് അടുത്ത ഹദീസ് പറയുന്നുണ്ട്. നബിതങ്ങൾ എടുത്തു. പിന്നെ ചോദിച്ചു, നിന്നാരെ രക്ഷിക്കും എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ചരിത്രം ഉണ്ടല്ലോ. പക്ഷെ നബിതങ്ങളെ ഇദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല, അദ്ദേഹത്തെ വെറുതെ വിട്ടു. അദ്ദേഹത്തിന് എന്ത് ചെയ്തു? വെറുതെ വിട്ടു. എന്നിട്ട് നബിതങ്ങൾ അവിടെ ഇരുന്നു. അപ്പോൾ നബിതങ്ങളുടെ ആ തവക്കുലിൻ്റെ, ആ ഭരമേൽപ്പിക്കുന്നതിൻ്റെ ഒരു സ്ട്രോങ് ആണ് ഈ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുകയും അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യണം. അത് അതിപ്രധാനമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഈ സംഭവം.